പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. ദൈവം നമ്മോടൊക്കെ സംസാരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ സംസാരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരുടെ സംസാരിക്കാറുണ്ട്. അതുപോലെ നേരിട്ട് ദൈവം സംസാരിക്കാറുണ്ട്. പലതരത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചില സന്ദർഭത്തിൽ ദൈവം സംസാരിച്ച ചില കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അങ്കമാലി ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ, ആലുവയിലായിരുന്നു മീറ്റിംഗ്. ഏകദേശം ഒരു 12 മണി ആയി രാത്രി. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആലുവയിൽ നിന്ന് ആ വീട്ടുകാരെന്നെ അവരുടെ കാറിൽ എന്നെ അങ്കമാലിയിൽ സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. അവിടുന്ന് എനിക്ക് പാലക്കാടിലേക്ക് വരണം. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബസ്സിന് വേണ്ടി. ഒത്തിരി ബസ്സുകൾ ആ സ്റ്റാൻഡിലൂടെ കടന്നുപോയി. അവിടെ ഞാൻ അല്പനേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. ആ സഹോദരൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ സഹോദരൻ എൻ്റെ അടുക്കൽ വന്ന് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആ സഹോദരനെ. അപ്പോൾ എൻ്റെ കയ്യിൽ ബാഗ്, അതുപോലെ തന്നെ ഞാൻ വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, പാലക്കാട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, താങ്കൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? അദ്ദേഹത്തിന് മലപ്പുറത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഞാൻ മലപ്പുറത്ത് ജനിച്ചതുകൊണ്ട് അത് കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷം. മലപ്പുറത്ത് എവിടെയാണെന്ന് ചോദിച്ചു. മലപ്പുറത്ത് കുന്നുമലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ എന്താ ചെയ്യുന്നത്? ഒരു ഹോട്ടലിൽ ഷെഫാണ്. അങ്ങനെ രാവിലെ എത്തണം, രാത്രി പുറപ്പെട്ടതാണെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു ഞാനെന്താ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞൊരു പാസ്റ്ററാണ്. ഓ, അപ്പോൾ എന്താ ഈ രാത്രി ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു മീറ്റിങ്ങിന് വേണ്ടി പോയതായിരുന്നു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് അവരെന്നെ ഇവിടെ കൊണ്ടുവിട്ടതാണ്. ഇനി എനിക്ക് പാലക്കാട്ടേക്ക് ബസ് വരണം, അതിന് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഒത്തിരി നേരം സംസാരിച്ചു. ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു. ആ സമയം എന്നോട് ആ സഹോദരൻ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചു. തിരിച്ച് ഞാനും ആ സഹോദരനോട് ഫോൺ നമ്പർ മേടിച്ചു. എന്തെന്നറിയത്തില്ല, എനിക്ക് ഒരു ബസ് ഏകദേശം ഒരു 12 മണിയോടെ കഴിഞ്ഞു. 12 മണി കഴിഞ്ഞ് കാണും. ഒരു സൂപ്പർ ഫാസ്റ്റ് KSRTC കൊട്ടാരക്കരയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ കയറി. ഞാൻ ആ ബസ്സിലേക്ക് ഓടിച്ചെന്നു കയറാൻ വേണ്ടി. പക്ഷേ പിറകു ഭാഗത്തെ ഡോറിലൂടെയാണ് ഞാൻ കയറുന്നത്. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ്, മകനെ, നീ ഈ ബസ്സിൽ കയറേണ്ട. ഇതിൻ്റെ പിറകിൽ അടുത്തൊരു ബസ് വരുന്നുണ്ട്, അതിൽ കയറിക്കോ എന്ന് ഒരു ശബ്ദം. വീണ്ടും കയറാൻ ശ്രമിച്ചു ബസ്സിലേക്ക്. പക്ഷെ വീണ്ടും എന്നോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീണ്ടും അതിൽ കയറാതെ തിരിച്ച് സ്റ്റാൻഡിലേക്ക് തന്നെ വന്നു. അപ്പോൾ ആ സഹോദരൻ അവിടെയുണ്ട്. എന്താ പാസ്റ്ററെ ആ ബസ്സിൽ പോകാഞ്ഞത്? ഞാൻ പറഞ്ഞു, സാരല്ല, അടുത്ത ബസ്സിൽ പോകാം. അങ്ങനെ വീണ്ടും സംസാരിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിനുള്ള ബസ് വന്നു പെരിന്തൽമണ്ണയ്ക്ക്. അങ്ങനെ അദ്ദേഹം ആ ബസ്സിൽ കയറി ഒരു ടാറ്റയൊക്കെ കൊടുത്ത് അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ഞാൻ അപ്പോഴും ആ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ബസ് ലഭിച്ചു, പാലക്കാട്ടേക്കുള്ള ബസ്. ഞാൻ അതിൽ കയറി ഒരു ദീർഘയാത്ര ചെയ്ത് ഏകദേശം ഒരു 7:30 മണിയോടുകൂടി
ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോൾ എനിക്ക് വരികയാണ്, ഒരു ഫോൺ കോൾ. ഞാൻ ചെറിയ ഉറക്കത്തിലാണ് വീട്ടിൽ. ആ സമയത്താണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. ഞാൻ എടുത്തപ്പോൾ, പാസ്റ്റർ, നിങ്ങൾ ഭാഗ്യമുള്ള വ്യക്തിയാണ്. പിന്നെ എടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എന്താണ് സഹോദര കാര്യം ചോദിച്ചപ്പോൾ, നിങ്ങൾ കയറുവാൻ വേണ്ടി ആദ്യം പോയ ബസ് പാലക്കാട്ട് എത്തുന്നതിന് മുമ്പായിട്ട് ആലത്തൂർ വെച്ച് ഒരു വലിയ അപകടത്തിൽ പെട്ടുപോയി. അതിൻ്റെ പിറകൊക്കെ തകർന്നു പോയി. ഒത്തിരി പേര് അപകടത്തിൽപ്പെട്ടു, ഒത്തിരി പേര് മരണത്തിൽപ്പെട്ടു. നിങ്ങളുടെ ദൈവം വലിയവനാണെന്ന് ആ സഹോദരൻ പറഞ്ഞു ഫോണിലൂടെ. പിന്നീട് ഇതുവരെയും ആ സഹോദരൻ വിളിച്ചിട്ടില്ല. ഒരു വാക്കിന് പോലും, എന്നോട് ഒരു ഫ്രണ്ട്ഷിപ്പിന് പോലും ആ സഹോദരൻ വന്നിട്ടില്ല. പ്രിയ ദൈവപൈതലേ, അന്ന് ആ രാത്രിയിൽ സംസാരിച്ചത് ജീവനുള്ള ദൈവമാണ്. നീ ദൈവത്തിന് വിലയേറിയവനും മാന്യനുമാണ്. ദൈവത്തിന് വില കൊടുക്കുന്ന ദൈവപൈതലേ, നിന്നെ തകർത്ത് കളയുവാൻ ദൈവം പിശാചിന് വിട്ടുകൊടുക്കില്ല. ശീമോൻ പത്രോസിനോട് കർത്താവായ ക്രിസ്തു പറഞ്ഞു, ശീമോനെ, സാത്താൻ നിന്നെ പാറ്റിക്കളയുവാൻ എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷേ എനിക്കോ മനസ്സായില്ല. ദൈവം ആ രാത്രിയിൽ എന്നോട് സംസാരിച്ചത് എത്ര വ്യക്തമായിട്ടാണ്. അതുപോലെ തന്നെ വേറൊരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. കർത്താവിൻ്റെ വേലയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ ഞാനും വൈഫും ഒരു IPCയുടെ പ്രവർത്തനമായിരിക്കുമ്പോൾ അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. വലിയ ബെഡ്റൂമില്ല, കട്ടിലില്ല, അതുപോലെ കിച്ചണില്ല, മറ്റ് യാതൊരു സൗകര്യങ്ങളുമില്ല. ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ അവിടെ. വിവാഹം കഴിഞ്ഞ കാലമായതുകൊണ്ട് മക്കളൊന്നും ആയിട്ടില്ല. രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. ഒരു പാഴയിൽ ഞാനും വൈഫും കിടന്നുറങ്ങുമ്പോൾ, ആ ചർച്ച് ഷീറ്റാണ്. പുസ്തകങ്ങളും ട്രാക്റ്റുമൊക്കെ ഒരു അലമാരയില്ലാത്തത് കൊണ്ട് ഒരു വലിയ കവറിനകത്താണ് എടുത്തു വച്ചത്. അങ്ങനെ ആ കവറ് തലക്കാമ്പുറത്തുണ്ട്. ഏകദേശം രാത്രി ഒരു 2 മണിയായി കാണും. ഏകദേശം നല്ല ഉറക്കത്തിലാണ് ഞാൻ. എൻ്റെ തലക്കാമ്പുറത്ത് വെച്ച കവറിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ കനമുള്ള ഒരു വസ്തു വീണ ഒരു ശബ്ദം എൻ്റെ ചെവിയിൽ കേട്ടു. അപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, മകനെ, നീ എഴുന്നേൽക്ക്. ആവർത്തിച്ച് 2-3 പ്രാവശ്യം ആ ശബ്ദം കേട്ടു, മകനെ, നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്. നീ എഴുന്നേറ്റ് ആ കവറിൻ്റെ 2 കൈയും കെട്ടിവെക്കാൻ വേണ്ടി പറയാണ്. മനസ്സോടെ ഞാൻ എഴുന്നേറ്റ് തലക്കാമ്പുറത്തിരുന്ന കവറിൻ്റെ 2 കൈയും ചേർത്ത് കെട്ടി അവിടെ വെച്ചു. പെട്ടെന്ന് ഉറക്കം വന്നു. വീണ്ടും ഉറങ്ങി. നേരം വെളുത്തു. ഏകദേശം 8 മണിയായി കാണും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ചായ കുടിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചിന്ത വന്നു. ഇന്നലെ രാത്രി ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു വെമ്പൽ. ഞാൻ ആ കവറ് തൂക്കിയെടുത്ത് അത് മുറ്റത്ത് കൊണ്ടുപോയിട്ട് അതഴിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു സർപ്പമാണ്, ഒരു വിഷമുള്ള പാമ്പ്. ആ കവറോട് കൂടി ഞാനതിനെ അടിച്ചു കൊന്നു. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവം ആ രാത്രിയിൽ സംസാരിച്ചത് എത്ര സ്പഷ്ടമായിട്ടാണ്. മകനെ, നീ എഴുന്നേൽക്ക്, അത് കെട്ടിവെക്ക് അതിൻ്റെ കവറിൻ്റെ കൈ.
ആ സമയത്ത് അപ്പനും അമ്മയും എവിടെയോ കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തായിരിക്കുമ്പോൾ, ഞാൻ വേറൊരു സ്ഥലത്തായിരിക്കുമ്പോൾ എന്നെ എത്രമാത്രം ഉത്തരവാദിത്തമുള്ള ഒരു ദൈവം, എന്നെ സ്നേഹിക്കുന്നൊരു കർത്താവ്, ആരും അറിഞ്ഞില്ലെങ്കിലും ആരും പറഞ്ഞില്ലെങ്കിലും എൻ്റെ ജീവിതത്തെ, എൻ്റെ ലൈഫിനെ, എൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ്. ആ രാത്രിയിൽ ആ കവറിനകത്തേക്കാണ് ആ സർപ്പം വീണത്, ആ പാമ്പ് വീണത്. ദൈവം പറഞ്ഞു, മകനെ എഴുന്നേൽക്ക്, കെട്ടിവെക്കൂ എന്ന്. എത്ര ശ്രേഷ്ഠനായ ദൈവം! ഈ ദൈവത്തെ എങ്ങനെ മറക്കാൻ കഴിയും? ഈ ദൈവത്തെ എങ്ങനെ ഉപേക്ഷിക്കുവാൻ കഴിയും? ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ വായിക്കുന്നു. 121 സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യം. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.